നിവിൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. കുറച്ചെടുത്ത് അതുമായിട്ട് അനീഷിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അനീഷും പിന്നെയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ അനീഷ് പറയുകയാണ് എന്തൊരു സ്നേഹമാണെന്ന് നോക്കിയേ. ബിന്നി പറയുന്നുണ്ട് ഇവിടെ നിന്ന് കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടൂ, വേറെ ആർക്കും കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾ സെലക്റ്റീവായിട്ടേ കൊടുക്കൂ, ആർക്കും കൊടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ആസ്വദിച്ച് കഴിക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട്. നിവിൻ പറയാണ് കള്ളനെന്ന് വിളിക്കുമ്പോൾ ആലോചിക്കണം, ഈ കള്ളനെ നല്ലതായിട്ട് ഫ്രൈഡ് റൈസും ഉണ്ടാക്കുമെന്ന്. സോസ് വേണോ ഒരു ചെറിയ പാക്കറ്റെന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് വേണമെന്ന്. അങ്ങനെ അതെടുക്കാനായിട്ട് നിവിൻ പോകുന്നു. നല്ലവനായ കള്ളൻ, പക്ഷേ എപ്പോഴും നമ്പരുത്, ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്പണമെന്ന് ബിന്നി പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് നിവിൻ ഈസ് എ ഗുഡ് പേഴ്സൺ. നിവിൻ പോയി ബെഡിൻ്റെ വാർഡ്രോബിൽ നിന്ന് ഒരു സോസ് എടുത്തുകൊണ്ട് വന്നിട്ട് അനീഷിൻ്റെ ഫ്രൈഡ് റൈസിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. ബിന്നി പറയുന്നുണ്ട് എനിക്ക് ഇച്ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു, എങ്ങനെയുണ്ട് മമ്മിയുടെ മോൻ നന്നായിട്ട് കഴിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഒരു കുട്ടിയായിട്ടാണ് അനീഷ് അഭിനയിച്ചിരുന്നത് കുറച്ച് സമയത്തേക്ക്. അപ്പോൾ ആ ഒരു സമയത്ത് നിവിനായിരുന്നു അനീഷിൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് മമ്മിയുടെ മോൻ നന്നായിട്ട് കഴിക്കണം കേട്ടോ. അനീഷ് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് കോഴിമുട്ട കിടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അന്നേരം നിവിൻ പറയുകയാണ് ഇതെൻ്റെ സ്വന്തം മുട്ട, സ്വന്തം കോഴിമുട്ട. നിവിൻ പറയുന്നുണ്ട് ഇനി 100 ദിവസം ആയാൽ മാത്രമേ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നത്. കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഉയർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് നിവിൻ പറയുന്നുണ്ട്. ആരാന്ന് പറയുന്നില്ല. അന്നേരം അനീഷ് ചോദിക്കുന്നുണ്ട് എൻ്റെ സ്വഭാവം നല്ലതാണോ? നിവിൻ പറയുകയാണ് അഭിനയം കുറച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ്. എന്തഭിനയം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് ഈ ഒരു കൈ അകലം അതങ്ങ് മാറ്റി നിർത്തിയാൽ മതി, കുറച്ച് മിങ്കിളാവൂന്ന് നിവിൻ പറയുന്നുണ്ട്. 25 വയസ്സായില്ലേ, ഇനി കിടക്കുകയല്ലേ ജീവിതം എന്ന് നിവിൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. 25 ആവുന്നേ ഉള്ളൂ, അടുത്ത ചിങ്ങത്തിലേക്ക് എനിക്ക് 25 ആവുമെന്ന് അനീഷ് പറയുന്നുണ്ട്. ചിണുങ്ങാണ്ട് അങ്ങോട്ട് മര്യാദയ്ക്ക് കഴിക്കുന്ന നിവിൻ പറയുന്നുണ്ട് അനീഷിനോട്. അനീഷ് ഇരുന്ന് ചിരിക്കുകയാണ്. ബിന്നി പറയുന്നുണ്ട് എല്ലാ കൊല്ലം ഇത് തന്നെയാണ് 3 തവണ പറയുന്നത് 25 വയസ്സേ ഉള്ളൂ എന്ന്. നൂറയ്ക്കാണ് 25 പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് നൂറയ്ക്കല്ല ആദിലയ്ക്കാണ് 25 വയസ്സ്. അനീഷ് പറയുന്നുണ്ട് ഈ വീട്ടിൽ കുറേ അധികം നാളിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായമായിരുന്നു. ആർക്ക് പ്രശ്നമായിരുന്നെന്ന് ബിന്നി ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ബിന്നി പറയാം നിങ്ങളെ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, പിന്നാണോ നിങ്ങളുടെ പ്രായം? അതെ, പാത്രം കഴുകുമ്പോൾ ഒന്ന് സഹായിക്കണം, തിന്നാൻ മാത്രം പോരാ, പാത്രം കൂടെ വന്ന് കഴുകി സഹായിക്കണമെന്ന് നിവിൻ പറയുന്നുണ്ട്. ഈ കഴിക്കുന്ന പാത്രം ഞാൻ കഴുകാമെന്ന് അനീഷ് പറയുന്നുണ്ട്. എന്നിട്ട് നിവിൻ പറയുകയാണ് സോപ്പിട്ട് വെച്ചാൽ മതി, കഴുകുന്ന ഞാൻ കഴുകിക്കോളാം. ഇച്ചിരിയും കൂടെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് നല്ല മനസ്സിനുടമയല്ല, അതുകൊണ്ട് നിങ്ങൾ ഇത്രയും മാത്രം വിചാരിച്ചാൽ മതി, ഞാൻ ഇത്രയെങ്കിലും തന്നല്ല. അനീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നു നല്ല മനസ്സിന് നന്ദി. എന്നിട്ട് നിവിൻ പറയുകയാണ് വേറെ ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ വെള്ളം കോരി മുഖത്തൊഴിച്ചേനെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ് നിവിൻ.